ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്നിപ്പോൾ അടുത്തൊരു ട്രെൻഡാണ്. നമ്മുടെ വീടിൻ്റെ വയറിങ്ങിൻ്റെ പോലെ തന്നെ ലൈറ്റ്സുകൾ കൊടുക്കുന്ന പോലെ തന്നെ അതേ രീതിയിൽ തന്നെ നമ്മുടെ മതിലിനും അതിൽ പുറത്ത് വരുന്ന മതിൽക്കെട്ടിനും സെയിം ലൈറ്റുകൾ ഡിസൈനുകളൊക്കെ കൊടുക്കുന്ന ഒരു സ്റ്റൈൽ ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ നനയുന്ന സൈഡാണ്, ഔട്ട് സൈഡ് ആയതുകൊണ്ട് ട്രിപ്പിംഗ് സംഭവിക്കാത്ത രീതിയിലും ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മെയിൻ്റനൻസ് നടക്കുന്ന രീതിയിലുള്ള വയറിംഗ് ആണ് നമ്മൾ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. ഇതിപ്പോൾ മതിലിൻ്റെ പുറത്ത് സൈഡ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ വരുന്ന അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ്സുകൾ വെക്കാൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയറിങ് പുറത്ത് നമ്മൾ ഓരോ സെൻറ്ററിലേക്ക് ഓരോ പൈപ്പ് തുളച്ചിട്ടിരിക്കുന്നു. അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ ബാക്ക് സൈഡ് കാണുന്ന വയറിങ് നമ്മൾ സാധാരണ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന പോലെ തന്നെ കൺസീൽഡ് വയറിംഗ് ആണ് ചെയ്തു വന്നിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ ഞാൻ പറഞ്ഞ ഓരോ കോളത്തിൻ്റെയും സെൻറ്ററിൽ വരുന്ന ജംഗ്ഷനിലേക്ക് നമ്മൾ ഓരോ ജംഗ്ഷൻ വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് അത്രയും വയർ നമുക്ക് വലിച്ചു മാറ്റാനും വെള്ളം ഇറങ്ങാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ ഇവിടെ ഒരു 4 ബോക്സ് വെച്ചു. അതിലെല്ലാം തന്നെ അതുപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ പോർഷനുകൾ വരുന്ന സ്ഥലത്ത്, അതായത് ഒരു 5 മീറ്റർ ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു 4 PVC ബോക്സ് വെച്ചു. അതിലൂടെ നമ്മുടെ മെയിൻ പൈപ്പ് കയറ്റി ഇറക്കിയാണ് പോയിരിക്കുന്നത്. കാരണം വയറ് വലിക്കുന്നതിനും അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സെപ്പറേറ്റ് 2 ലൈറ്റ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ് പൊക്കിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ പുറത്ത് സൈഡിൽ നമ്മൾ കണ്ട പോലെയുള്ള ഇതിൻ്റെ സെൻറ്ററിൽ ലൈറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോന്നിൻ്റെ സെൻറ്ററിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഇഷ്ടികയാണ് നമ്മളോട് വെച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൈപ്പുകളെല്ലാം തന്നെ കൺസീൽ ചെയ്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറമെയുള്ള ഔട്ട് സൈഡിൽ ചെയ്യുന്ന സമയത്ത് ISI പൈപ്പുകൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഔട്ട് സൈഡ് ആയതുകൊണ്ടും എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകത്താകുമ്പോൾ നമുക്ക് അത്രയും കാരണങ്ങളില്ല. വീടിൻ്റെ അകത്ത് മഴ നനയേണ്ട അവസ്ഥയില്ല. പക്ഷേ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറം സൈഡ് ആയതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. ഹൈ ആയിട്ട് വെയിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ അത്രയും തന്നെ മഴ വരുന്നുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ കൊള്ളുന്നതുകൊണ്ട് ലൈറ്റ്സുകളെല്ലാം തന്നെ വെള്ളം കയറാനും അതുപോലെ തന്നെ വയറിൽ വെള്ളം കയറാനുള്ള ചാൻസസ് ഒരു 90% ഉണ്ട്. നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലും അത്യാവശ്യം വെള്ളം കയറുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്ന വയറുകളെല്ലാം തന്നെ സെപ്പറേറ്റ് ഇവിടെയാണ് നമ്മുടെ മെയിൻ സെപ്പറേറ്റ് വരുന്ന ഓരോ ബോക്സുകളുണ്ട്, PVC ബോക്സുകൾ. ഈ PVC ബോക്സ് വെച്ച് സെപ്പറേറ്റ് വന്നിരിക്കുന്നു. അത് ഓരോ പിന്നിലും ഗേറ്റ് ലാമ്പിൻ്റെ ഇപ്പുറത്തെ പിന്നിലാണെങ്കിൽ അപ്പുറത്തെ പിന്നിലാണെങ്കിൽ ഗേറ്റ് ലാമ്പുകൾ വെച്ച് ചെയ്തതിന് ശേഷം PVC ബോക്സ് വെച്ച് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് സെപ്പറേറ്റ് പൈപ്പുകൾ, ഒറ്റ പൈപ്പ് കൊണ്ടുപോയാലും പ്രശ്നമില്ല, ഒരു പൈപ്പ് തന്നെ കൊണ്ടുപോയി നമുക്ക് മെയിൻ്റനൻസ് നടക്കുന്ന രീതിയിൽ, ഭാവിയിൽ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോയി 4 PVC ബോക്സ് വെച്ച് അതിലൂടെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ റിസ്ക് ഏരിയയാണ് നമ്മൾ ഔട്ട് സൈഡ് ആയതുകൊണ്ട് നമുക്ക് മെയിൻ്റനൻസ് സിമ്പിളായിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും പുറം സൈഡ് വരുന്ന നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഉണ്ട്. ഓരോ പൈപ്പും അതിൻ്റെ സെൻറ്ററിൽ പുറത്തേക്ക് നീക്കിയിട്ടിരുന്നത് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ലൈറ്റ്സ് വരുന്നത്, മെയിൻ ലൈറ്റ്സ് വരുന്നത്, അപ്പ് ആൻഡ് ഡൗൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്, ആ സെൻറ്ററിൽ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റുകളാണ് നമ്മൾ പുറത്തു നിന്നും വെട്ടി ബാക്ക് സൈഡിൽ നിന്ന് വെട്ടി അകത്തേക്കാണ് തുളച്ചിരിക്കുന്നത്. അതിനെല്ലാം വേണ്ടി സെപ്പറേറ്റ് ബോക്സുകൾ തന്നെ കൊടുത്തിരിക്കുന്നു. ഭാവിയിൽ മെയിൻ്റനൻസ് വന്നാൽ തന്നെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഗാർഡൻ്റെ ഏരിയ ആണെങ്കിലും ലൈറ്റിൻ്റെ ഏരിയ ആണെങ്കിലും നമുക്ക് എങ്ങനെ വയറിങ് ചെയ്യാമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഈ വയറിങ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. ഒരു കാര്യം പറയാൻ മറന്നു ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.